ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിന്റെ 8ാം സീസൺ മലയാളത്തിൽ വരാനിരിക്കുകയാണ്. അതിന്റെ അണിയറ ഒരുക്കങ്ങളെല്ലാം തന്നെ തകൃതിയായി നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കോമണർ മത്സരാർത്ഥികളെ കുറിച്ചുകൊണ്ടുള്ള ഒരു പ്രൊമോ വീഡിയോ വൈറലായി മാറിയിരുന്നു. ഇതിൽ അഗ്നിപരീക്ഷയെക്കുറിച്ച് മോഹൻലാൽ പറയുന്നുണ്ട്. ബിഗ് ബോസ് എന്നും പ്രേക്ഷക പ്രീതി നേടിയ ഒരു ഷോയാണ്. ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് സാബുമോനെയും പേളിമാണിയും ഒക്കെ തന്നെയായിരിക്കും. മലയാളത്തിൽ ബിഗ് ബോസിന്റെ ആദ്യ ഷോ എത്തിയപ്പോൾ തന്നെ ഇതെങ്ങനെയായിരിക്കും, പണ്ടത്തെ മലയാളി ഹൗസ് പോലെ ആയിരിക്കുമോ എന്നുള്ള ഒരു ആശങ്കയൊക്കെ മലയാളികൾക്ക്, പ്രേക്ഷകർക്കുണ്ടായിരുന്നു. എന്നാൽ ആ മലയാളി ഹൗസ് എന്ന് പറയുന്ന ഒരു രീതിയെ തന്നെ മാറ്റിക്കൊണ്ട് നല്ലൊരു രസകരമായ ഒരു പരീക്ഷണങ്ങളും ടാസ്കും അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര അടിപൊളിയായ ഒരു സംഭവം തന്നെയാണ് ബിഗ് ബോസ് നമുക്ക് മുന്നിലേക്ക് വന്നത്. മറ്റു ഭാഷകളിലെല്ലാം 10ഉം 12ഉം 20ഉം ഒക്കെ സീസണൊക്കെ ആയെങ്കിലും ഇപ്പോൾ മലയാളത്തിൽ 8ാം സീസണിലേക്ക് എത്തി നിൽക്കുന്നതേ ഉള്ളൂ ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോ. എന്താണെങ്കിലും ഇന്നത്തെ അല്ലെങ്കിൽ ഇപ്പോൾ വരാൻ പോകുന്ന സീസണിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന ചോദ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നവരൊക്കെ ഉറപ്പായും ബിഗ് ബോസിന്റെ 8ാം സീസണിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. സിദ്ധാർത്ഥ് ആണ് ആദ്യത്തെയാൾ. തട്ടിയും മുട്ടിയും ഫെയിമാണ് സിദ്ധാർത്ഥ്. ഉപ്പുമുളകിലാണ് സിദ്ധാർത്ഥ് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷത്തെ, അതായത് 2025ലും 26ലും ഒരുപാട് ഏറ്റവും കൂടുതൽ ശ്രദ്ധയാർജിച്ച ഒരു പേരാണ് സിദ്ധാർത്ഥിന്റേത്. അത് മറ്റൊന്നും കൊണ്ടല്ല, മദ്യപിച്ച് വഴിയിൽ വീണതിന്റെയും ഒരു അപകടമുണ്ടാക്കിയതിന്റെയും ഒരാൾക്ക് പരിക്കേറ്റതിന്റെയും പോലീസ് കേസായതിന്റെയും ഒക്കെ വലിയ കുറെ ചർച്ചകൾ സിദ്ധാർത്ഥിന്റെ പേരിലുണ്ടായിരുന്നു. കഴിഞ്ഞ ബിഗ് ബോസിൽ സിദ്ധാർത്ഥിന്റെ സഹോദരി മീനാക്ഷി എത്തുമെന്നൊരു അഭ്യൂഹമുണ്ടായിരുന്നെങ്കിലും മീനാക്ഷി വന്നില്ല. ഇത്തവണ സിദ്ധാർത്ഥ് പ്രഭുവിന്റെ പേര് ഉറപ്പിച്ചു പറയുകയാണ്. ആങ്കർ മീനാക്ഷി സുധീറാണ് രണ്ടാമത്തെയാൾ. മീനാക്ഷി വിവാഹിതയായി ഇപ്പോൾ കുടുംബജീവിതം നയിച്ചു തുടങ്ങി. ആക്ട്രസ് കന്യയാണ് മൂന്നാമത്തെയാൾ. ചന്ദനമഴ ഫെയിം കന്യയെ ആരും മറക്കാനിടയില്ല. സരയു മോഹനാണ് അടുത്തതായിട്ട് വരുന്നത്. സരയു മോഹൻ എത്തുന്നു എന്ന വാർത്തകൾ ഇതുവരെയും സരയു മോഹന്റെ പേര് അധികം എവിടെയും വന്നിട്ടില്ല. എന്നാൽ സരയുവിന്റെ പേര് ഏകദേശം ഫിക്സ് ആയ ഒരു പേര് തന്നെയാണ്. ആതിര മാധമാണ് അടുത്തയാൾ. ആക്ടർ നന്ദു മറ്റൊരാളാണ്. ഇൻഫ്ലുവൻസർ ആൻഡ് സിന്ധു ആണ് ഈ പറയുന്നതിൽ ഒരു 7ാമത്തെ ആളായിട്ട് വരുന്നത്. കോമഡി ആക്ട്രസ് അഞ്ജന അപ്പുകുട്ടനും ഇത്തവണത്തെ ബിഗ് ബോസിൽ ഉണ്ടെന്ന് പറയുന്നു. സാനിഫ് അലിയും ദിവ്യ ശ്രീധറും നലീഫ് ജിയെയും സാജൻ സൂര്യയും ശ്രീലക്ഷ്മി അറക്കലും ഒക്കെ ഇത്തവണ ബിഗ് ബോസിൽ എത്താൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഏകദേശം ഒരു 80% ഉറപ്പിച്ച പേരുകൾ തന്നെയാണ്. ഇവരിൽ ഏകദേശം ഒരു 50% അല്ലെങ്കിൽ 80%-ഓളം ഈ പേരുകളിലുള്ളവർ ഉറപ്പായും കാണും. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ പോലും ബിഗ് ബോസിൽ നമ്മൾ പ്രതീക്ഷിച്ച ആളുകൾ എല്ലാവരും ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കൂടുതലും മിനി സ്ക്രീൻ ആളുകളെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സീസൺ ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒരു മിനി സ്ക്രീൻ സീസൺ എന്ന് പറയാൻ കാരണം അനുമോളാണ് കഴിഞ്ഞ പ്രാവശ്യം വിന്നറായത്. അനുമോളെ ചുറ്റിപ്പറ്റി നടന്ന കുറെ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം ചർച്ചയായതും ഒക്കെ. മിനി സ്ക്രീൻ താരമായ അനുമോളാണ്. ലേഡീസിൽ ആദ്യമായി അല്ലെങ്കിൽ രണ്ടാമതായിട്ട് വിൻ ചെയ്യുന്നത് അനുമോളാണ്. ബിഗ് ബോസിൽ ഇനി വരാൻ പോകുന്ന സീസൺ ഇതിലും കട്ടിയായിരിക്കും. ഒരു അഗ്നിപരീക്ഷയൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് അഗ്നിപരീക്ഷ എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ വരുന്നുണ്ട്. ബിഗ് ബോസ് തെലുങ്ക് സീസൺ 9ൽ ഈ ഷോ നടന്നിരുന്നു. എൻട്രികളിൽ നിന്നും 45 കോമണേഴ്സ് ആണ് ബിഗ് ബോസ് ഫ്ലോറിലെത്തിയത്. ഇതിൽ നിന്നും ജയിച്ചു കയറിയ 6 പേർ മെയിൻ സീസണിൽ എത്തുകയും അതിലൊരാളായ കല്യാൺ സീസൺ വിജയിയായി മാറുകയും ചെയ്തിരുന്നു. വിന്നേഴ്സ് ട്രോഫി സമ്മാന തുകയായി 35 ലക്ഷം രൂപ, സ്പോൺസർ ബോണസായി 5 ലക്ഷം രൂപ, ഒപ്പം ഒരു പുതിയ SUV കാറും കല്യാണിന് അന്ന് ലഭിച്ചിരുന്നു.